പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 26 ആമേൻ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, കഴിഞ്ഞ പകൽ കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ പൊതിഞ്ഞതിനായിട്ട് കരങ്ങളെ ഉയർത്തി കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് നന്ദി പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. യഹോവ നല്ലവനാകുന്നു. നമ്മുടെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവ് ഏകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ആ കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് ഇന്ന് പകൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന കർത്താവിന് 96 സങ്കീർത്തനം പറയുന്നതുകൊണ്ട് യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. യഹോവയ്ക്ക് പാടി കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. നാൾ തോറും കർത്താവിൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. ജാതികളുടെ ഇടയിൽ കർത്താവിൻ്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളെയും വിവരിപ്പീൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കരങ്ങളെ ഉയർത്തി. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും നിറയണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ആത്മീക അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ചില ദൈവീകമായ അനുഭവങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വിഷൻസ് ഉണ്ടാകട്ടെ. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്താൽ അവരിയ്ക്കുന്നിടം നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയും നിറവും സാന്നിധ്യവും തൻ്റെ കുഞ്ഞുങ്ങൾ ഈ പ്രഭാതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് വായ്ക്കകത്ത് അൾസർ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആമേൻ, അത് ഹീലാകാൻ താമസിച്ച് ആമേൻ പ്രയാസപ്പെടുന്നവർ, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് പല നിലയിൽ ആമേൻ വായിക്കാത്ത അൾസർ മുഖാന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥമാകട്ടെ. അതുപോലെ കർത്താവേ, ഇന്ന് പ്രഭാതം ഞങ്ങൾ പ്രാർത്ഥിക്കുക. കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെഡ്രിഡനായി ദിവസങ്ങളായി മാസങ്ങളായി ആമേൻ ബെഡിൽ തന്നെ കിടക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ, അവർ ആരോഗ്യത്തോടെ എഴുന്നേൽക്കട്ടെ, അവർ ബലത്തോടെ എഴുന്നേൽക്കട്ടെ. കർത്താവേ, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ, കുഞ്ഞുങ്ങൾ, ആമേൻ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, കേൾവി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, കാഴ്ച നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, ആമേൻ, മെൻ്റലി പ്രോബ്ലംസ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ അവർ പെർഫെക്റ്റ് ആകട്ടെ. എല്ലാ പോരായ്മകളും എല്ലാ പരിമിതികളും യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറട്ടെ. യേശു വരുമ്പോൾ പരിമിതികൾ മാറും. യേശു വരുമ്പോൾ പോരായ്മകൾ മാറും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിമിതികൾ മാറട്ടെ, പോരായ്മകൾ മാറട്ടെ, ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ലോകമെമ്പാടും നടക്കുന്ന സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം ഈ ഞായറാഴ്ച ദിവസം ലോകവ്യാപകമായി എല്ലാ ഭൂഖണ്ഡങ്ങളിലും മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ, മഴ പെയ്തിറങ്ങുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വം പെയ്ത് ഇറങ്ങട്ടെ. അസാധാരണ ആത്മീക അനുഭവങ്ങൾ ലോകവ്യാപകമായി സംഭവിക്കട്ടെ. ഒരു ഉണർവിലേക്ക് സഭ നീങ്ങട്ടെ. കർത്താവെ, അതുപോലെ നാളെ നടക്കുവാനുള്ള ഓൺലൈൻ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുന്നു. അതുപോലെ ബുധനാഴ്ചത്തെ സഭ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുന്നു. എല്ലാ മീറ്റിങ്ങുകളും അനുഗ്രഹ സമ്പൂർണ്ണമായി തീരണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകച്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ അസാധാരണമായി ഇന്നത്തെ പകൽക്കാലം ഗൈഡ് ചെയ്യുന്ന പകലായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാളെ വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 10 അധ്യായം അതിന് 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവ തന്നെ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല? ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവ തന്നെ. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ആമേൻ ആമേൻ. എല്ലാ ദൈവമക്കളും
പ്രധാനമായിട്ട് വിശ്വസിച്ചിരിക്കേണ്ട ഒരു സത്യമാണ്. നമ്മൾ ദൈവമക്കളായിരിക്കുന്നത് ഒരു കളിക്കളത്തിലല്ല, മറിച്ച് നമ്മളൊരു പോർക്കളത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ എന്ന് യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചോ, എന്ന് നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചോ, അന്ന് നമ്മളൊരു ഒരു യുദ്ധക്കളത്തിൽ പ്രവേശിച്ച പോലെ. കാരണം ശത്രുവാകുന്ന സാത്താൻ എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ, നമ്മുടെ സമാധാനത്തെ തകർക്കുവാൻ, നമ്മുടെ കുടുംബത്തെ തകർക്കുവാൻ, നമ്മുടെ ശുശ്രൂഷകളെ തകർത്ത് കളയുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മളെ അകറ്റി കളയുവാൻ എപ്പോഴും അവൻ്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മൾ ഈ ഫിസിക്കൽ വേൾഡിൽ കാണുന്ന ഈ മണ്ഡലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മുടെ പോരാട്ടം കാണുന്ന മണ്ഡലത്തിലല്ല, നമ്മുടെ പോരാട്ടം ആത്മീക മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മളൊരു മനുഷ്യനെതിരായിട്ടല്ല പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ എതിരായിട്ടല്ല. അവരാരുമല്ല നമ്മുടെ ശത്രുക്കൾ. നമുക്കെപ്പോഴും മനുഷ്യനെയാണ് നമ്മൾ ശത്രുക്കളായി കാണുന്നത്. നമ്മൾ മനുഷ്യരോടാണ് പോരാടുന്നത്. ഭാര്യയോട് പോരാടും, ഭർത്താവിനോട് പോരാടും, സഹോദരങ്ങളോട് പോരാടും, കൂടെ ജോലി ചെയ്യുന്നവരോട് പോരാടും, അയൽവാസികളോട് പോരാടും. ഒരു കാര്യം ഓർത്തോണം, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പിൻപിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു കാണാത്ത മണ്ഡലം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 6:12 പറഞ്ഞത്, നമ്മളുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, നമ്മുടെ പോരാട്ടം വാഴ്ചകളോടും അധികാരം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകളുണ്ടോ, പോരാട്ടം, റെസ്ലിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അതായത് മുഖാമുഖമുള്ള പോരാട്ടമാണ്. എപ്പോഴും ഒരു ശത്രുവാകുന്ന പിശാച് ദൈവമക്കളെ വലിച്ചു താഴെയിടാൻ ആഗ്രഹിക്കും. അത് ഭയത്തിലൂടെ, നിരാശകളിലൂടെ, പ്രലോഭനങ്ങളിലൂടെ, കൺഫ്യൂഷനുകളിലൂടെ, മറ്റുള്ളവരുടെ കയ്പ് നമ്മുടെ മനസ്സിൽ വെച്ച്, അവിശ്വാസം വെച്ച് നമ്മളെ എങ്ങനെയെങ്കിലും താഴെയിടുവാൻ പിശാച് ആഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന് പറയുമ്പോൾ ജഡീക ആയുധങ്ങളുണ്ട്. ഒന്ന് കോപം ജഡീക ആയുധമാണ്. പോരാട്ടം, പകയെന്ന് പറയുന്നത് ജഡീക ആയുധമാണ്. ഈ മാനിപ്പുലേഷൻ ചെയ്യുക, നമ്മൾ പുറകിൽ നിന്ന് അവരെ കുത്തി, അവരെ വേദനിപ്പിച്ച് എങ്ങനെയും അവരെ നശിപ്പിക്കാൻ നോക്കുന്നത്, അത് ജഡീക ആയുധമാണ്. നമ്മളോട് വിരോധമുള്ളവർക്കെതിരെ നമ്മൾ പുറകിൽ നിന്ന് സംസാരിക്കുന്നത്, കുത്തി അവർക്ക് നമ്മൾ പറയുന്നില്ല ചെറിയ വിഷം കുത്തി വിടുന്നത്, അത് മാനിപ്പുലേഷനാണ്. അത് ജഡീക ആയുധമാണ്. പൈസ എന്ന് പറയുന്നത്, പൈസ ഉപയോഗിച്ച് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നു, അത് ജഡീക ആയുധമാണ്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ഹ്യൂമൻ ഇൻ്റലിജൻസ്, മാനുഷിക ബുദ്ധി, ശാരീരിക പവർ, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവരോട് എതിർത്ത് നിൽക്കുമ്പോൾ ഓർത്തോണം, അത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പിരിച്വൽ വെപ്പൺസ് അല്ല. പിന്നെന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ജഡീക ആയുധങ്ങളാണ്. എന്നാൽ ആത്മീക ആയുധങ്ങൾ എന്ന് പറയുന്നത് എന്തുവാ? ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ദൈവവുമായിട്ട് നമ്മളെ ബന്ധിക്കും. പ്രാർത്ഥനയിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകും. നമുക്കറിയാമല്ലോ, ഏലിയാവിനെ കുറിച്ച് പറഞ്ഞു, ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടഞ്ഞു. അതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയും. അപ്പം നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും പ്രാർത്ഥന എന്നൊരായുധം നമുക്കെടുക്കാം. ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആയുധമാണ്. അതുപോലെ വചനമാകുന്ന വാള്, വചനമെടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ, വചനമെടുത്ത് നമ്മുടെ പ്രശ്നത്തോട് നമ്മൾ പറയുമ്പോൾ അത് നമുക്കൊരു ആയുധമായി മാറും. വചനം എന്ന വാള്, വിശ്വാസം, അസാധാരണമായി കർത്താവിലുള്ള വിശ്വാസം നമ്മുടെ ഒരു ആയുധമാണ്. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മൾ പറയുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നം മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിലൂടെ വഴി തുറക്കട്ടെ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നാമം നമ്മൾ ആയുധമായി ഉപയോഗിക്കുക. അതുപോലെ ആരാധനയും സ്തുതിഗീതങ്ങളും പാടുന്നത് എന്തുവാ? അതൊരു ആയുധമാണ്. അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിൽ നിന്ന് ആരാധിച്ച് സ്തുതിച്ചപ്പോൾ അവരുടെ മുമ്പിലുണ്ടായിരുന്ന വാതിലുകൾ തുറന്നതുപോലെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഓർത്തോണം, ദൈവമക്കൾ എപ്പോഴും സ്പിരിച്വൽ വെപ്പൺസാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു യുദ്ധമുഖത്തേക്ക് ഒരു പട്ടാളക്കാരൻ ഒരു വടിയുമായിട്ട് ഇപ്പോഴത്തെ കാലത്ത് പോയാൽ എല്ലാവരും പറയും, അയ്യോ അവനെ കണ്ടില്ല, അവൻ മണ്ടന, അവനൊരു ഒരുക്കമില്ലാതെ വന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് മോസ്റ്റ് മോഡേൺ ആയിട്ട് ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ വെറുതും കൈയോടെ അല്ല ആത്മീക മണ്ഡലത്തിൽ ജീവിക്കേണ്ടത്. പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവവചനത്തെ ഉരുവിട്ടുകൊണ്ടും വിശ്വാസത്തോടും യേശുവിൻ്റെ നാമം ഉപയോഗിച്ചും യേശുവിൻ്റെ രക്തം ഉപയോഗിച്ചും വേണം നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾ അതിജീവിക്കുവാൻ. ദാവീദ് ഗോലിയാത്തിനെ നേടുന്നത്, ഗോലിയാത്ത് വന്നത് മാനുഷിക ആയുധങ്ങളുമായിട്ടാണ്. എന്നാൽ ദാവീദ് പറഞ്ഞു, ഞാൻ വേലും കുന്തവുമായിട്ടൊന്നും അല്ല വരുന്നത്, ഞാൻ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ, പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പക വെച്ചുകൊണ്ടിരിക്കരുത്, പുറകിൽ നിന്ന് ആരെയും കുത്തരുത്, പുറകിൽ നിന്ന് ആരെയും വേദനിപ്പിക്കാൻ പോകരുത്, അവരുടെ കുഞ്ഞുങ്ങൾക്കെതിരെ ദോഷം ചെയ്യാൻ പോകരുത്, നമ്മുടെ പണം ഉപയോഗിച്ച് ആരെയും ദോഷം ചെയ്യാൻ പോകരുത്, നമ്മുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ആരെയും ദോഷം ചെയ്യാൻ പോകരുത്. യേശുവിൻ്റെ നാമം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി.
നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വൈശാചിക മണ്ഡലങ്ങൾ തകർന്നു പോകുമ്പോൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതുകൊണ്ട് ഓരോ ദിവസവും പ്രാർത്ഥനയിൽ മുന്നേറുക, ദൈവവചനം വായിക്കുക, ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങളെ ഏറ്റുപറയുക. ഒരു കാര്യം ഓർത്തോണം, നമ്മളെപ്പോഴും ചിന്തിക്കണം, കർത്താവേ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എൻ്റെ മണി പവർ കൊണ്ടാണോ, മാൻ പവർ കൊണ്ടാണോ, പൊസിഷൻ കൊണ്ടാണോ, എൻ്റെ ഇൻഫ്ലുവൻസുകൾ കൊണ്ടാണോ, അതോ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവവചനം പറഞ്ഞ് വിശ്വാസത്തിലാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുക. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അത്ഭുതമാക്കി നിങ്ങളെ മാറ്റട്ടെ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല, ജഡീകങ്ങളല്ല എന്ന് ഓർത്തോണം. അത് വെച്ച് നമ്മൾ യുദ്ധം ചെയ്യാൻ, നമ്മൾ പരിശ്രമിക്കാൻ നോക്കിയാൽ, നമ്മൾ ജയിക്കാൻ നോക്കിയാൽ നമുക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രാർത്ഥന, ഉപവാസം, ആരാധന, ദൈവവചനം, വിശ്വാസം, യേശുവിൻ്റെ നാമം, ഇതാണ് നമ്മളെ ജയകരമായി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഓരോ ദൈവമക്കളും ആ രീതിയിൽ മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് കർത്താവിൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ, 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 ആമേൻ. ഒന്നുകൂടെ പറയാം, നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.